10 ദിവസം നമുക്ക് സമയമുണ്ട്. ഈ 10 ദിവസം കൊണ്ട് ഐദർ നമ്മൾ ആ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ പാക്ക് യുവർ ബാഗ്സ്. ഒരു ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ സമയത്ത് ഫൈനാൻഷ്യലി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ എന്നെ റിജക്റ്റ് ചെയ്ത ഈ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ പോയി കണ്ട് ഒരു ഒപ്പീനിയൻ സർവേ നടത്തുക. ഇൻഫാക്ട് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ഒരു വർഗീസേട്ടനെയാണ്. വർഗീസേട്ടൻ്റെ വീട്ടിൽ പോയി വർഗീസേട്ടൻ ഒരു വെള്ള കടലാസ് കൊടുത്തു. ഈ കടലാസിൽ 3 കോളംസ് ആണുള്ളത്. 1 പേരെഴുതുക, 2 മാസ ചിലവ് എഴുതുക. മാസ വരുമാനം ചോദിച്ചാൽ പറയാൻ മടിയുള്ള മലയാളി ചിലവ് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിളാക്കി ഇരട്ടിച്ച് പറയുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ വർഗീസേട്ടൻ ഒരു വലിയ സംഖ്യ പറഞ്ഞു, മാസ ചിലവ്. വർഗീസേട്ടൻ 3ാമത്തെ കോളത്തിൽ ഇൻഷുറൻസ് വേണോ വേണ്ടയോ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ വർഗീസേട്ടനോട് ചോദിച്ചു, വർഗീസേട്ടാ നിങ്ങളുടെ പ്രസൻസിലും ആബ്സൻസിലും ഈ ചിലവ് എന്തായാലും കുടുംബത്തിലുണ്ടാവും. പ്രസൻസിൽ വർഗീസേട്ടൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും, വർഗീസേട്ടൻ്റെ ആബ്സൻസിൽ ഈ തുക ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കുടുംബത്തിൽ ജീവിതാവസാനം വരെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വർഗീസേട്ടൻ്റെ സുഹൃത്ത് വലയത്തിൽ കുടുംബത്തിൽ ഒരു 4-5 പേരുണ്ടാവുമല്ലോ, ഇവരുടെ പേരുകൾ ഒന്ന് ഓർത്ത് അതും കൂടെ ഈ പേപ്പറിൻ്റെ സൈഡിൽ എഴുതിയിട്ടൊന്ന് ഒപ്പിടാവുമെന്ന് ചോദിച്ചു. വർഗീസേട്ടൻ വളരെ ആവേശത്തോടു കൂടി പേന എടുത്തു. അവരുടെ പേര് 1-2 പേരുടെ പേരൊക്കെ എഴുതുന്ന കണ്ടു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ പയ്യെ ഒരു പേര് വെട്ടി, പിന്നെ വേറൊരു പേര് എഴുതി. വർഗീസേട്ടൻ കുറച്ച് സ്ലോ ആയി, മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വർഗീസേട്ടൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊക്കെ പോയാൽ ഒരു 2-3 ദിവസം നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, ഒരു 4-5 ദിവസം നമ്മളെ ഓർക്കും, അതിനപ്പുറം നമ്മളാരാ ഓർക്കുക. ഇത് വർഗീസേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വർഗീസേട്ടനോട് പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഒരൊറ്റ കാര്യം പറയാനായിരുന്നു ഞാനിവിടെ വന്ന് ശ്രമിച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല. വർഗീസേട്ടൻ ഒരു ഒപ്പിട്ട് പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. പക്ഷേ ഒപ്പിട്ട പേപ്പർ ഇൻഷുറൻസിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് ആയിരുന്നു.